കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഡൽഹിയിൽ നിർണായക ചർച്ചകൾ ആരംഭിക്കുകയാണ്. ശ്രീജിത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ദിവസങ്ങളായി, ഇന്ന് തന്നെ പ്രഖ്യാപനം അല്ലേ ശ്രീജിത്ത്? അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ തീരുമാനം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് എല്ലാ സാധ്യതകളും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇത് നാളത്തേക്ക് മാറാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും നാളെ ഉച്ചയ്ക്കകം തീരുമാനം പ്രഖ്യാപിക്കണം എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളത്. അതിന് കാരണങ്ങൾ പലതാണ്. അത് ആ തുടക്കത്തിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫലം വന്നു, 8 ദിവസങ്ങൾ കഴിയുന്നു. ഇതുവരെയും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നിട്ടില്ല. ഇത് മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾക്കിടയിൽ, മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ആശങ്കയ്ക്കും നിരാശയ്ക്കും വിഷമങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു സമ്മർദ്ദം ഉരുണ്ടുകൂടുന്ന കാര്യം ഹൈക്കമാൻഡിനും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് പോകണം. അതിൻ്റെ അവസാനവട്ട കൺസൾട്ടേഷനാണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നത്. സോണിയാഗാന്ധിയുടെ വസതിയായ ജൻപത്ത് 10 നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉച്ചയോടുകൂടിയാണ് സുധീരൻ എത്തുന്നത്. അത്തരം മല്ലികാർജ്ജുന ഖാർഗെയും ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അതോടുകൂടി ഈ കേരളത്തിലെ അവശേഷിക്കുന്ന നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ളൊരു ചർച്ച നടക്കും. അതിനുശേഷമായിരിക്കും തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഒറ്റവരി വാർത്താക്കുറിപ്പിലൂടെ ആയിരിക്കും ഈ തീരുമാനം പുറത്തു വരാൻ പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് തഴയപ്പെടുന്ന മറ്റ് 2 നേതാക്കൾക്കും ആരാണോ മുഖ്യമന്ത്രിയായി വരുന്നത് ഒഴിവാക്കപ്പെടുന്ന മറ്റ് 2 പേർക്ക് അർഹമായ പരിഗണന നൽകുന്ന തരത്തിലുള്ള പാക്കേജുകളും ഇതിനൊപ്പം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ഇപ്പോൾ ഈ KC വേണുഗോപാലിന്റെ ഒപ്പം VDയും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിലാണ്. ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഉൾപ്പെടെ ഡൽഹിക്ക് വിളിച്ചൊരു പശ്ചാത്തലമുണ്ടല്ലോ. അപ്പോൾ ഈ മാനദണ്ഡം എന്ന് പറയുന്നത് എന്തായി മാറും ശ്രീജിത്ത്? ഇപ്പോൾ കൂടുതൽ MLA-മാരുടെ പിന്തുണ, അതിനപ്പുറം ഈ നേതാക്കളുടെ പൊതുപിന്തുണ, അപ്പോൾ നേരത്തെ വന്ന റിപ്പോർട്ടുകളൊക്കെ മാറുകയാണല്ലോ ശ്രീജിത്ത്. ഉന്മേഷ്, KC വേണുഗോപാൽ മാത്രമാണ് ഡൽഹിയിലുള്ളത്. VD സതീശനും രമേശ് ചെന്നിത്തലയും കേരളത്തിലുണ്ട്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്. VD സതീശൻ കൊച്ചിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തീരുമാനം അവിടെ ഉണ്ടാകുന്ന മുറയ്ക്കാണ് മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങളും മറ്റും ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഇവിടെ ആർക്കനുകൂലമായിട്ടൊരു തീരുമാനം വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയായി വളരുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിലും അതോടൊപ്പം തന്നെ നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ ഹൈക്കമാൻഡിന് അവർക്ക് വേണ്ട ഒരു ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ട്. MLA-മാരിൽ ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നു എന്നതാണ് വസ്തുത. മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലിരിക്കുന്ന ചിത്രം, ഒരു കുറിപ്പിൻ്റെ ചിത്രം പുറത്തു വന്നപ്പോൾ തന്നെ അതിൻ്റെ ചില വ്യക്തമായ സൂചനകൾ പുറത്തു വന്നതാണ്. എന്നാൽ UDF ഘടകകക്ഷികളെ, ലീഗ് അടക്കമുള്ള പ്രധാന കക്ഷികളുടെ പിന്തുണയും പൊതുവികാരവും VD സതീശന് അനുകൂലമാണ്. കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അവിടെ ഒരു ഘട്ടത്തിലും നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷത്തെ അവഗണിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോയിട്ടില്ല. എന്നാൽ കേരളത്തിലൊരു സവിശേഷ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. വലിയ തോതിലുള്ള ജനവികാരം സതീശ് അനുകൂലമായി വന്നിരിക്കുന്നു. മാധ്യമങ്ങൾ, ഒപ്പം തന്നെ മറ്റ് പൊതുസമൂഹം, ഘടകകക്ഷികളൊക്കെ തന്നെ വലിയ പ്രഷർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ ഇതര സംസ്ഥാനങ്ങളിലും സമാനമായ രീതികൾ ആവർത്തിക്കും എന്നൊരു ആശങ്ക ഹൈക്കമാൻഡുണ്ട്. രാഹുൽ ഗാന്ധി ഈ 3 നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കാര്യം തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ നടന്ന പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എതിർപ്പുണ്ട്. എങ്കിൽ പോലും പൊതുവികാരവും ലീഗിന്റെ നിലപാടുമൊക്കെ അവഗണിച്ച് കോൺഗ്രസ് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകുമോ, അതോ നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.